ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 പാക്കറ്റ് നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്, ഗ്രീന്, പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ഉപ്പ്, പിന്നെ ഓയിൽ വേണം. ഇത്രയും ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ സോസ് പാനിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നൂഡിൽസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നൂഡിൽസ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വലിപ്പത്തിൽ കിടക്കും, നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വെള്ളം ഊറ്റിക്കളയണം. ഇത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇത് വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ നൂഡിൽസ് മാറ്റി വയ്ക്കുക. ഇത് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്, വെള്ളം അതിനകത്ത് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് നൂഡിൽസ് മാറ്റി വയ്ക്കാം. ഒരു പാത്രം പിന്നീട് അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി മതിയാവും. അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 പച്ചമുളക് മതി, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഒത്തിരി കനത്തിലൊന്നും അല്ല അരിഞ്ഞിരിക്കുന്നത്. ക്യാപ്സിക്കവും സവാളയും ക്യാരറ്റും ഒന്നും ഒരുപാട് കനത്തിലൊന്നും അരിയണ്ട, നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞാൽ മതിയാവും. ഞാൻ സവാള ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി പാക്കറ്റിലുണ്ടായിരുന്ന 2 പാക്കറ്റ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം കൂടെ അരിഞ്ഞ് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം മുഴുവനായിട്ട് എടുത്തിടണ്ട, കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാക്കറ്റിലുണ്ടാകുന്ന 2 പാക്കറ്റ് പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ് മതിയാവും. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിളൊക്കെ കുറച്ചൊന്ന് വേവണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിതിലേക്ക് പിന്നീട് ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്കിത്ര ഉപ്പ് മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കുക. ഇപ്പോൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും എഗ്ഗും ഒക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. ഇത് വേറെ വെജിറ്റബിൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ്, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.